നമസ്കാരം. ഇന്നത്തെ വിഷയം മൂത്രക്കല്ലാണ്. ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണിത്. ഇന്ന് മൂത്രക്കല്ല് ഒരു സാധാരണ രോഗമായി മാറിക്കഴിഞ്ഞു. കടുത്ത വേദനയെ തുടർന്ന് പരിശോധനകൾ നടത്തുമ്പോഴാണ് വൃക്കയിലെ കല്ലുകളെ തിരിച്ചറിയുന്നത്. ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് ധാതുക്കളും ലവണങ്ങളുമൊക്കെ. ഇവ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ ഉപയോഗിച്ച് ബാക്കിയുള്ളത് വൃക്കകൾ അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ ശരീരത്തിന്റെ പുറത്തേക്ക് പോകുകയാണ് പതിവ്. ഈ സമയത്ത് കാൽസ്യം, ഫോസ്ഫേറ്റ്, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയ ലവണങ്ങളുടെ ചെറിയ തരികൾ വൃക്കയിൽ പരലുകളായി രൂപപ്പെടും. ഇത്തരം പരലുകൾ കൂടുതലെണ്ണം ഒന്നിച്ചു ചേർന്ന് പതുക്കെ വലിപ്പം കൂടി കട്ടിയേറിയ വസ്തുവായി മാറും. ഇവ വൃക്കകളിൽ രൂപപ്പെട്ട് മൂത്രവാഹിനിക്കുഴലിലേക്കും മൂത്രസഞ്ചിയിലേക്കുമൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വൃക്കകളിലോ മൂത്രവാഹിനിക്കുഴലിലോ മൂത്രസഞ്ചിയിലോ കാണപ്പെടുന്ന കട്ടിയേറിയ വസ്തുക്കളെയാണ് കല്ലുകൾ എന്ന് പൊതുവെ പറയുന്നത്. ചെറിയ പരലുകളാണെങ്കിൽ അവ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും. എന്നാൽ ഈ പരലുകൾക്ക് വലിപ്പം കൂടുമ്പോൾ അവ കുടുങ്ങിക്കിടക്കും. അപ്പോഴാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുക. ഇവ എങ്ങനെ ഉണ്ടാകുന്നു? വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കല്ലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ലവണങ്ങളുടെ ചെറിയ തരികൾ കൂടിച്ചേർന്ന് പരലുകൾ രൂപപ്പെടും. 2, ചൂട് കാലാവസ്ഥ. ചൂട് കൂടുമ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുകയും കട്ടികൂടുകയും ചെയ്യുന്നു. ഇത് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് കല്ലുണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്നു. 3, വൃക്കയിൽ ധാതുലവണങ്ങളുടെ പരലുകൾ രൂപപ്പെടാൻ ചില ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ പരലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കുന്ന മറ്റു ചില ഘടകങ്ങളും വൃക്കയിലുണ്ട്. ഇത്തരത്തിൽ പരലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് സിട്രേറ്റ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ. കാൽസ്യം, ഫോസ്ഫേറ്റ്, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയവ കല്ലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇവരുടെ ഏറ്റക്കുറച്ചിലുകളും കല്ല് രൂപപ്പെടാൻ കാരണമാകുന്നു. 4, ഭക്ഷണരീതിയിലെ മാറ്റങ്ങൾ. മാംസാഹാരം കഴിക്കുന്നതിന്റെ അളവ് കൂടുന്നത് കല്ലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കൂടുതൽ ആനിമൽ പ്രോട്ടീൻ എത്തിച്ചേരുന്നത് ഓക്സലേറ്റ് കല്ലുകളും യൂറിക് ആസിഡ് കല്ലുകളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. 5, ചില രോഗങ്ങൾ. ശരീരത്തിൽ നിന്ന് കാൽസ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഹൈപ്പർ പാരാതൈറോയിഡിസം എന്നീ രോഗങ്ങൾ കല്ല് രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇനി കല്ലുകൾ പലതരത്തിലുണ്ട്. രാസഘടനയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ഇവയെ തരംതിരിക്കുന്നത്. കാൽസ്യം കല്ലുകൾ, യൂറിക് ആസിഡ് കല്ലുകൾ, സ്ട്രൂവൈറ്റ് കല്ലുകൾ, സിസ്റ്റീൻ കല്ലുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ 75% കാൽസ്യം മൂലമുള്ള കല്ലുകളാണ്. 15% സ്ട്രൂവൈറ്റ് കല്ലുകൾ, 6% യൂറിക് ആസിഡ് കല്ലുകൾ, 2% സിസ്റ്റീൻ കല്ലുകൾ എന്നിങ്ങനെയാണ് ഏകദേശ കണക്ക്. മൂത്രക്കല്ലിന്റെ ലക്ഷണങ്ങൾ, രോഗനിർണയം, ഈ രോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ വിവരിക്കാം. നന്ദി.